അങ്ങനെ ഫൈനലി വി വെന്റ് ഫോർ എ ഗേൾസ് ട്രിപ്പ് ടു മണാലി ഗൈസ്. വെൽക്കം ടു ദി പാർട്ട് 1 ഓഫ് മണാലി സീരീസ് ദ ജേർണി. സ്വാഭാവികമായും ട്രെയിനിൽ കയറി ഉടനെ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരേ ഒരു കാര്യമാണ്. രാത്രി 12:50 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങൾ കയറിയത്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് പല്ല് തേച്ച് ഞങ്ങൾ തലേ ദിവസം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു. കാരണം ആരെ ഉണ്ടാക്കിയേ? ഈ ഞാൻ. പിന്നെ നല്ല ചുള്ളൻ ചക്കന്മാരെ പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ആളെ കാണണ്ടേ. യെസ്, ദിസ് ഈസ് വിജയകുമാർ അങ്കിൾ. പക്ഷെ സത്യം പറയാലോ, 2 ദിവസം ട്രെയിനിൽ പോയത് ഞങ്ങൾ അറിഞ്ഞതേയില്ല. പിന്നെ രാത്രി ഞങ്ങൾ ആ കമ്പാർട്ട്മെന്റ് അടുക്കളയാക്കി മാറ്റി. ചപ്പാത്തിയും ചിക്കനും കുക്കുംബറും ക്യാരറ്റും ഒക്കെ വെച്ചിട്ട് ഞങ്ങളൊരു റോൾ ഉണ്ടാക്കി ഞങ്ങൾ 4 ആളോട് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന അങ്കിളുടെ ഭാര്യനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഒരു രാത്രി ഉറങ്ങി. അങ്ങനെ അടുത്ത ദിവസം ഒരു ഉച്ചരൊക്കെ ആയപ്പോഴേക്കും എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ പേരയ്ക്കയും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ ട്രാൻസിഷൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു സംഭവം ഞങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെയാണ് ട്രെയിനിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാം ഒന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ വാഷ്റൂമിന്റെ ഫ്രണ്ടിലിരുന്ന അയാൾ സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിജയകുമാർ അങ്കിൾ ഞങ്ങളുടെ കൂടെ കൂടി. തിന്നാ ചില്ലയ്യ ഉറങ്ങാം, ഇതായിരുന്നു ട്രെയിനിൽ ഞങ്ങളുടെ മെയിൻ പരിപാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ ഈ രാജസ്ഥാൻ മധ്യപ്രദേശ് റീജിയനിലൂടെ പോയപ്പോഴേക്കും ട്രെയിൻ കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങളിങ്ങനെ അതിങ്ങനെ വൈകുന്നേരം കുറേ നേരം. പിന്നെ ഏതോ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ട് വിജയകുമാർ അങ്കിൾ ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് വാങ്ങി തന്നു. റബ്ഡി, പോഹ, പുലാവ്, ഇതിന്റെ ഹിന്ദി പൂരി തന്നെ പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെയും ചില്ല് ചെയ്ത് പിന്നെയും ഞങ്ങൾക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിജയകുമാർ അങ്കിൾ ഞങ്ങൾക്ക് കവിതയൊക്കെ പാടിത്തന്നു. അങ്ങനെ രാത്രി ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഫൈനലി ഞങ്ങൾ ഡൽഹി എത്തിയിരിക്കുകയാണ്. സത്യം പറയാലോ, ഡൽഹി എത്തിയതും ഒടുക്കലത്തെ തണുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു റൂം എടുത്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.